ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു രന്ദർ റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് NTPCയുടെ PYQ സീരീസിലെ മൂന്നാമത്തെ സീരീസിലേക്കാണ് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ രണ്ട് സീരീസിലും നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ, മൊത്തം 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ഇന്നത്തേക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് കാണുന്നത്, നമ്മൾ സെക്കൻഡ് സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ടൈം സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. കുറച്ചുകൂടെ ഞാനതൊരു കുറച്ച് കൺവെൻഷണൽ രീതിയിലാണ് പറഞ്ഞത്. കാരണം എന്താ, സെയിം ഡയറക്ഷൻ അല്ലേ, സെയിം ഡയറക്ഷൻ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്പീഡിൻ്റെ ടൈം ഇക്വേറ്റ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ സെയിം ഈ കാര്യം തന്നെയാണ്, നമുക്കൊരു കുറച്ചുകൂടി സ്മാർട്ടർ അപ്രോച്ച് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു റേഷ്യോയുടെ മെത്തേഡ് പറഞ്ഞില്ലേ, അതായത് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് റേഷ്യോയുടെ മെത്തേഡിലെല്ലാം ചെയ്യാം. എന്താ പറയുന്നത്, ഇതിനകത്ത് സെയിം ഡയറക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷണലാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, സ്പീഡും ടൈം ഇൻവേഴ്സ് പ്രൊപ്പോർഷണലാണ്. നമുക്ക് രണ്ട് കേസുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബസ്, അതായത് രണ്ട് ക്യാബും ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. 28 മിനിറ്റിനിടയ്ക്കാണ്. ഓക്കെ, 28 മിനിറ്റ് കഴിഞ്ഞ് തോറും ഓരോ ക്യാബ് വീതം പോകുന്നുണ്ട്. സെക്കൻഡ് കേസ് പറയുന്നത് എന്താ, ഒരു ക്യാബ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഓപ്പോസിറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇയാൾ എത്ര മിനിറ്റ് ഇതാണ് കാണുന്നത്, ഒരു ക്യാബ് കണ്ടു, 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ക്യാബിനെ കാണുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തും എന്താണ് സെയിം ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് തന്നെയാണ് എന്താ, ഞാൻ പറഞ്ഞു, ഇത് പറയുന്നില്ല, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും സെയിം ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണുക. കൺവെൻഷണൽ ആയിട്ടുള്ള ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും സെയിമാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എത്രയാണോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് അത്രയും ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും ടൈം. നമുക്ക് ടൈമിൻ്റെ റേഷ്യോ ഇവിടെ എഴുതാം. രണ്ട് കേസിലും നോർമൽ കേസിൽ എത്രയാണ്, ആദ്യം ടാക്സി സ്റ്റാൻഡിൽ പോകുന്ന നോർമൽ കേസും ഓപ്പോസിറ്റ് ആൾ വരുമ്പോൾ കാണുന്നത് സെക്കൻഡ് കേസായിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് കേസിൽ എത്രയാണ്, ടാക്സി സ്റ്റാൻഡിൽ നിന്ന് 28 മിനിറ്റ് ഇടയ്ക്ക് വിട്ടാണ് ഓരോ ടാക്സിയും പോകുന്നത്. ഇനി സെക്കൻഡ് കേസിലാണെങ്കിലോ, ഓപ്പോസിറ്റ് വരുന്ന ആൾ 10 മിനിറ്റ് കൂടിയാണ് ഈ ഓരോ ടാക്സിയും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എങ്ങനെ വരും, ടൈമിൻ്റെ റേഷ്യോയുടെ നേരെ ഇൻവേഴ്സ് വരും. 10:28 വരും. ആണല്ലോ, സ്പീഡിൻ്റെ റേഷ്യോ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ബസ് പോകുന്ന റൂട്ടാണ്. അതായത് ആ ഒരു രണ്ട് ക്യാബ് പോകുന്ന ആ ഒരു സ്പീഡാണ് പറയുന്നത്. അതായത് അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ക്യാബിൻ്റെ സ്പീഡ് എത്രയാണോ അതാണ്. ആണല്ലോ, സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ സ്പീഡ് എടുത്തത്, ഓപ്പോസിറ്റ് വരുന്നുണ്ട്, ക്യാബ് പോകുന്നുണ്ട്. അവിടെ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വന്നു, രണ്ടുകടെ ഓപ്പോസിറ്റ് ആകുമ്പോൾ രണ്ടുകടയും സ്പീഡിൻ്റെ സമ്മാണ്. ആണല്ലോ, അപ്പോൾ രണ്ടാമത്തെ കേസ് സ്പീഡ് എത്രയാണ്, 28. അതായത് 28 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ റിലേറ്റീവ് സ്പീഡായിരിക്കും. അതായത് ഈ ക്യാബിൻ്റെ സ്പീഡ് പ്ലസ് ആളിൻ്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടിനും ടോട്ടൽ സമ്മായിരിക്കില്ലേ 28. അതായത് ഇതിനകത്ത് ഈ 28ൽ 10 എന്നുള്ള ക്യാബിൻ്റെ സ്പീഡാണെങ്കിൽ ഡിഫറൻസ് വരുന്ന 18 എന്നുള്ള എന്തായിരിക്കും, ആ മാനില്ലേ ഓപ്പോസിറ്റ് വരുന്ന ആൾ, പുള്ളിയുടെ സ്പീഡായിരിക്കും എന്ത്, ഈ 18 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, ഈ 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ ക്യാബിൻ്റെ സ്പീഡ് എത്രയുണ്ട്, 74 ഉണ്ട്. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്, 74/10 ആണല്ലോ. ഇനി എനിക്ക് എന്ത് വേണം, ആ ആളുടെ സ്പീഡ് വേണം. ആളുടെ സ്പീഡ് ഞാൻ എത്രയാണ് പറഞ്ഞേ, 18 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 18 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ, ഒരു യൂണിറ്റ് 74/10 ആണെങ്കിൽ ഇൻറ്റു 18 ചെയ്താൽ എന്ത് കിട്ടും, 18 യൂണിറ്റ് കിട്ടും. എത്ര കിട്ടും ഇവിടെ, 8 × 4 32, 3 56, 6 ഓക്കെ 133.2 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ്, കുറച്ചുകൂടെ സ്മാർട്ടർ അപ്രോച്ചാണ്. ചെയ്യുമ്പോൾ മറ്റേ കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രമേ ഇത് കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. കാണാത്തവർ സെക്കൻഡ് വീഡിയോ പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കാണുക, എന്നിട്ട് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് നമ്മുടെ സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. I bought two dresses for rupees 1,200. I sold the first one at a loss of 9% and second at a gain of 18%. ഓക്കെ, അതായത് നോർമൽ കേസാണ്. അതായത് ഞാൻ രണ്ട് ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. ഓരോന്നിൻ്റെ വാല്യൂ, ഒന്നിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ വൈ ആണെങ്കിൽ ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 1,200 മൈനസ് എക്സ് ആണ്. ഞാൻ ജസ്റ്റ് സിംബോളിക്കലായിട്ട് പറയുന്നതേ ഉള്ളൂ. ഈക്വൽസ് 1,200. അങ്ങനെയാണെങ്കിൽ ഐ സോൾഡ് ദ ഫസ്റ്റ് വൺ അറ്റ് എ ലോസ് ഓഫ് 9%. ഇതെത്ര, 10% ലോസിന് വിറ്റു. ഇതാണ് ഒരു 18% പ്രോഫിറ്റിന് വിറ്റു. അപ്പോൾ എനിക്ക് എന്താ, നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് കിട്ടാൻ പോകുന്നത്. ആണല്ലോ, നോ പ്രോഫിറ്റ് നോ ലോസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക്
ഇത് രണ്ടും അത് ഈ ഒരു മെത്തേഡാ. ഇതിനകത്ത് ഒന്നെങ്കിൽ എനിക്ക് എക്സിൻ്റെ അതായത് 100x എടുത്തു കഴിഞ്ഞാൽ 90x എടുക്കുക, 100 y എടുത്തിട്ട് 180 y എടുത്ത് സോൾവ് ചെയ്യുക. അത് കുറച്ച് ഒരു സമയം നമുക്ക് ടൈം വേസ്റ്റ് ആണ്, ആക്ച്വലി ആൻസർ കിട്ടും. കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അലിഗേഷനിൽ ചെയ്യാം. അലിഗേഷനിൽ ചെയ്യുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് ആ ഒരു അതിൻ്റെ വേരിയേഷൻ മാത്രം എടുത്താൽ മതി. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു വേരിയേഷൻ മാത്രം എടുത്താൽ മതി. അതായത് ഇപ്പോൾ 9% ലോസ് ആണ്. 9% ലോസ് ആണെങ്കിൽ ഇപ്പോൾ എത്ര എടുക്കണ്ട, ഇവിടെ 9% ആണ്. ഓക്കെ, 9% ലോസ്. 9% ലോസ് ആണെങ്കിൽ എന്തെടുത്താൽ മതി, -9 എടുത്താൽ മതി. 91 ഒന്നും എടുക്കണ്ട. ഓക്കെ, -9. അതായത് എനിക്കെന്താ ലോസ് പെർസെൻറ്റേജ് ആണ്. ഇവിടെ രണ്ടാമത് എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എത്രയ്ക്കാണ് വിറ്റത്? 18% ഗെയിൻ അല്ലേ? 18% ഗെയിൻ ആണ്. അപ്പോൾ സിമ്പിൾ നോക്കണം, കറക്റ്റ് എന്ത് വരും? പ്ലസ് വരും. ഓക്കെ, ലോസ് ആണെങ്കിൽ മൈനസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് വരും. ഇനി ലാസ്റ്റ് പറഞ്ഞെന്താ, ഇഫ് വൺ ഓൺ ദ ഹോൾ ഐ മേഡ് നെയ്തർ എ ലോസ് നോർ ഗെയിൻ. അത് നെയ്തർ എ ലോസ് നോർ ഗെയിൻ, അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അതായത് എന്താ, വാങ്ങിച്ച വില എത്രയാണോ അത് തന്നെയാണ് വിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്ലസ് ഒന്നോ മൈനസ് ഒന്നും എഴുതാൻ പറ്റില്ല. സോ ഞാൻ എന്ത് എഴുതും? എൻ്റെ നോ പ്രോഫിറ്റ് നോ ലോസ് ആയതുകൊണ്ട് 0 എഴുതി. ഇത് അലിഗേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്, ഇത് നമ്മുടെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. 0 18 ആണ് ഡിഫറൻസ്, 18 ആണ്. ഇവിടെ ഡിഫറൻസ് 9 ആണ്. ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2:1 ആണല്ലോ. അതായത് ഫസ്റ്റ് ലോസിന് വിറ്റ ഇത് CPയുടെ റേഷ്യോ ആണ് കിട്ടുന്നത് കേട്ടോ. അതായത് ലോസിന് വിറ്റ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ പ്രോഫിറ്റിന് വിറ്റ വാല്യൂ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1. അത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ടോട്ടൽ എനിക്ക് എത്രയായി? 1200 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1200. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എത്ര കിട്ടി? 400 കിട്ടിയില്ലേ? എനിക്ക് എന്താ വേണ്ടേ? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഡ്രസ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഫസ്റ്റ് എത്രയ്ക്കാണ് വിറ്റേ? 9% ലോസിനല്ലേ. ലോസിന് വിറ്റതിനെ നേരെ താഴെ നോക്കുക. നേരെ താഴെയുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. 9% എത്രയാണ്? 2 യൂണിറ്റ് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് 400 ആണെങ്കിൽ 2 യൂണിറ്റ് എത്രയാണ്? 800. ഓക്കെ അല്ലേ? സിമ്പിളാണ്, മനസ്സിലാക്കുക കേട്ടോ. അലിഗേഷൻ്റെ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. പൈപ്പ് ആൻഡ് സിസ്റ്റേണിൽ വരും. Pipe P can fill 5/7 part of a tank in 30 hours. Pipe Q can fill 2/5 part of in the same in 28 hours. ഓക്കെ, ഇവിടെ 5/7 2/5 വരുന്നുണ്ട്. നമുക്ക് രണ്ടിൻ്റെയും വർക്ക് ഈക്വൽ ആക്കണം. വർക്ക് ഈക്വൽ ആണെങ്കിൽ ഇതെത്രയാണ്? 5/7 30 hours ആണെങ്കിൽ എൻ്റെ ടോട്ടൽ വർക്ക് ഞാൻ 1 ആക്കി എടുക്കുക. എൻ്റെ ഫുൾ വർക്ക് ഞാൻ 1 ആക്കി എടുക്കുവാണെങ്കിൽ 5/7 30 hours. ഓക്കെ, 5/7 30 ആണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര ടൈം എടുക്കും? ഓക്കെ, ഞാനിവിടെ എഴുതാം. അതായത് 5/7 ചെയ്യാനാണ് 30 എങ്കിൽ 1 ചെയ്യാൻ എത്ര എടുക്കും? 1നെ എനിക്ക് എങ്ങനെ, അതായത് 5/7 എനിക്ക് എങ്ങനെ 1 ആക്കാം? ഇൻറ്റു 7/5 ചെയ്താൽ പോരെ? മതിയല്ലോ. ആ സെയിം ഇവിടെ ചെയ്യുക. ഇൻറ്റു 7/5 എത്ര പോവും? 6 പോവും. അപ്പോൾ 1 എത്ര വരും? 42 വരും ആണല്ലോ. അപ്പോൾ പിയുടെ സമയം എത്ര കിട്ടും? 42 മിനിറ്റ്സ് എന്ന് കിട്ടും. 42 മിനിറ്റ്സ് അല്ല, 42 hours ആണ്. നമുക്ക് അവേഴ്സിലാണ് തന്നേക്കുന്നത്. ഓക്കെ, അതുപോലെ എനിക്ക് Q എഴുതിക്കൂടെ? അതായത് 2/5 28 hours ആണെങ്കിൽ ടോട്ടൽ 1 എങ്ങനെ എഴുതാം? എന്ത് പറഞ്ഞു? 28 ഇൻറ്റു 2/5 അല്ലേ, നേരെ തിരിച്ചെഴുതാം. ഇൻറ്റു 5/2 എത്രയായി? 14 ഇൻറ്റു 5 70. ഓക്കെ, അപ്പോൾ Qവിന് ടോട്ടൽ 70 hours എടുക്കും. ഇനി എനിക്ക് എന്താ ചെയ്യുക? നോർമൽ നമ്മൾ ചെയ്യേണ്ട രീതി, അതായത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരുടെയും, അതായത് ഇത് നമുക്ക് എന്താ ടൈമിൻ്റെ റേഷ്യോ കിട്ടി, എനിക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വർക്ക് കണ്ടുപിടിക്കണ്ടേ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് രണ്ടിൻ്റെയും LCM ആണ്. 42 70യുടെ LCM എന്താ? രണ്ടിലും 14 കോമൺ ആണ്. 5 × 3 ഓക്കെ 210 എന്ന് കിട്ടും. വർക്ക് 210 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വർക്ക് ബൈ ടൈം ചെയ്താൽ എനിക്ക് എഫിഷ്യൻസി ഉണ്ട്. 210/70 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരും? 5 എന്ന് വരും അല്ലേ. 42 ഇൻറ്റു 5 ആണ് 210. അങ്ങനെയാണെങ്കിൽ പിയുടെ എഫിഷ്യൻസി 5ഉം Qയുടെ എഫിഷ്യൻസി 3ഉം ആണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 8 അല്ലേ. ഇനി എന്താ പറയുന്നത്? നമുക്ക് ഇതുവരെയായി. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തു. നമുക്കിനി തന്നേക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി സുഖമായിട്ട് ചെയ്യാം. കാര്യം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ മാറ്റി വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ബോത്ത് P ആൻഡ് Q വെയർ കെപ്റ്റ് ഓപ്പൺ ഫോർ 7 hours. അതായത് Pയും Qവും ടോട്ടൽ എത്ര? എഫിഷ്യൻസി 8. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു മണിക്കൂർ ചെയ്യുന്ന വർക്കാണ്. എപ്പോഴും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി, അതായത് P 1 മണിക്കൂറാണ് 5 വർക്ക് ചെയ്യും.
Q 1 മണിക്കൂർ കൊണ്ട് 3 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു 2 പേരോട് ഒരുമിച്ചാണെങ്കിൽ എത്ര 1 മണിക്കൂർ കൊണ്ട് 8 വർക്ക് ചെയ്യും. അങ്ങനെ അവർ 7 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാ ഓരോ മണിക്കൂർ 8 ആണെങ്കിൽ ഇൻറ്റു 7 എത്രയാ 56 വർക്ക് അല്ലേ. ടോട്ടൽ 56 വർക്ക് ഇവർ ഒരുമിച്ച് ചെയ്തു 7 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. ആൻഡ് ബോത്ത് വെയർ ക്ലോസ്, അത് കഴിഞ്ഞ് പി എം ക്യൂം ക്ലോസ് ചെയ്തു. പൈപ്പ് ആർ എലോൺ വാസ് ദെൻ ഓപ്പൺ ആൻഡ് ഇറ്റ് എംപ്റ്റീഡ് ദ വാട്ടർ ഇൻ 8 hours. ഓക്കെ, അതായത് ഇവർ എത്ര നിറയ്ക്കുന്നുണ്ടോ ഈ സെയിം ഈ ക്വാണ്ടിറ്റിയാണ് ലെഫ്റ്റ് എന്നല്ല, ഈ ക്വാണ്ടിറ്റി 6 എന്നൊരു പൈപ്പുണ്ട്. 6 എന്നുള്ള പൈപ്പിന് എത്ര മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്? 8 മണിക്കൂർ എടുക്കും അല്ലേ. 8 മണിക്കൂർ, അതായത് ഇതേ ഡിവൈഡ് ബൈ 8 ചെയ്ത്, അതായത് വർക്ക് ബൈ ടൈം ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും അല്ലേ. അപ്പോൾ 7 എന്നുള്ള ആരുടെ എഫിഷ്യൻസിയാണ്? 6ൻ്റെ എഫിഷ്യൻസിയാണ്. ഈ 6 എന്താ ചെയ്യുന്നത്? എം ടി അല്ലേ ചെയ്യുന്നത് അല്ലേ. എം ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി എന്ത് വരും? മൈനസ് വരും, നെഗറ്റീവ് വരും. അത് 6ൻ്റെ എഫിഷ്യൻസി -7 ആണ്. അങ്ങനെയാണെങ്കിൽ പൈപ്പ് പി ക്യു ആർ ടുഗദർ ക്യാൻ ഫിൽ ദ എം ടി ടാങ്കിൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ പോരെ. എനിക്ക് ടോട്ടൽ ടൈം ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ടൈം ആണെങ്കിൽ എന്ത് ചെയ്യണം? ആരുടെ ടൈമാണോ വേണ്ടത് അവരുടെ അത്രയും ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 210 ആണ് എൻ്റെ ടോട്ടൽ വർക്ക്. അതേ ഡിവൈഡ് ബൈ എനിക്ക് എന്ത് ചെയ്യണം? പി ക്യു ആർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് വേണം. ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ 5 + 3 ഇത് രണ്ടും പ്ലസ് ആണ്. 5 + 3 -7. അത് 8 - 7 എത്രയാണ്? 1. അപ്പോൾ ടോട്ടൽ പി പ്ലസ് ക്യൂ പ്ലസ് ആറിൻ്റെ എഫിഷ്യൻസി 1 ആണ് വരുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 1 വർക്ക് ബൈ ടൈം എത്ര കിട്ടും? 210 അവർ എന്ന് കിട്ടും. ഓക്കെ, 210 അവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഡയമീറ്റർ തന്നിട്ടുണ്ട് 14. ഓക്കെ, നമുക്ക് വേണ്ടത് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയയുടെ അറിയാമല്ലോ, സ്പിയർ ആണ്. നോക്കുക, സ്പിയർ ആണ്. അപ്പോൾ എന്ത് വരും? 4πr². അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്താൽ പോരെ. പൈൻ്റെ വാല്യൂ വേണ്ട, ചെയ്യണ്ടല്ലേ. പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്താ പൈ എന്ന് തന്നെ കൊടുത്താൽ മതി. ഇൻറ്റു r² അല്ലേ. നമുക്ക് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 14. ഡയറക്റ്റ് 14 എടുത്തിട്ട് കൊടുക്കരുത്, ബൈ 2 ചെയ്യുക. ഡയമീറ്ററിൻ്റെ പകുതിയാണ് എന്ത്? റേഡിയസ്. അപ്പോൾ 14/2 7. 7 × 7. അപ്പോൾ 14 × 4 എത്ര വരും? 196 പൈ എന്ന് വരും. ഓക്കെ അല്ലേ, 196 പൈ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പൈ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ പൈ മാറ്റാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പോയിൻറ്റ് വാല്യൂ ആണെങ്കിൽ ചിലപ്പോൾ തന്നേക്കും 3.14 എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നേക്കും, പ്രത്യേകിച്ച് തരും. അല്ലാണ്ട് ഇപ്പോൾ നോർമൽ വാല്യൂ ആണെങ്കിൽ 22/7 ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ രണ്ടും ഇല്ല, പൈ എന്നുള്ള ഡയറക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പൈയുടെ വാല്യൂ മാറ്റുന്നില്ല, അതുപോലെയിട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ഓക്കെ, ഇത് നമ്മുടെ ഇൻകം സേവിങ്സിലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? രാംസ് ഇൻകം ഈസ് 44,000, ഹി സേവ്സ് 18.5. അതായത് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 44,000 ആണ്. ഓക്കെ, ഇൻകം 44,000 ആണ്. എക്സ്പെൻഡിച്ചറും സേവിങ്സും എനിക്കറിയില്ല, പക്ഷെ പറയുന്നുണ്ട് ഹി സേവ്സ് 18% ഓഫ് ഹിസ് ഇൻകം. അതായത് 44,000ൻ്റെ 18.5% ആണ് എന്ത്? എൻ്റെ സേവിങ്സ് ആണല്ലോ. അതായത് 44,000ൻ്റെ 18.5 എത്രയാണ്? ഇൻറ്റു 18.5 കണ്ടുപിടിക്കുക. ഓക്കെ, 100 ചെയ്യുക, കട്ട് ചെയ്യും. അപ്പോൾ ഒരു 0 കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 185 × 4 ചെയ്യുക. എത്രയാണ്? ഓക്കെ, 740 ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 8140. എനിക്ക് എന്ത് കിട്ടും? എൻ്റെ സേവിങ്സ് 8140 എന്ന് കിട്ടും. ഓക്കെ, അത് 18.5 അല്ലേ. അതായത് ടോട്ടൽ 100% ആണെങ്കിൽ 18.5% എൻ്റെ സേവിങ്സ് ആണെങ്കിൽ 81.5% എന്താണ് എൻ്റെ? അതായത് 100ൽ നിന്ന് 18.5 കുറയ്ക്കുക, ബാക്കി 81.5% കിട്ടും. അതാണ് എന്തെൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലേ. എക്സ്പെൻസ്. ഓക്കെ, 81.5 ആണ് എൻ്റെ എക്സ്പെൻസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? 44,000ൽ നിന്ന് ഈ വാല്യൂ കുറയ്ക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചാലും മതി. ഇപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് ഞാനെന്താ 44,000ൽ നിന്ന് ഇത് കുറയ്ക്കുന്നുണ്ട്. 8140. ഓക്കെ, 0 6 ഓക്കെ, 35,860 എന്ന് കിട്ടും. അതായത് എൻ്റെ എക്സ്പെൻസ് എത്രയാണ്? 35,860. ഇനി എന്താ എനിക്ക് വേണ്ടേ? ഇഫ് ഈസ് ഇൻകം, എനിക്ക് ഇൻകം കിട്ടി, എക്സ്പെൻഡിച്ചർ കിട്ടി, സേവിങ്സ്. അത് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 44,000 കിട്ടണം. ഇനി എന്താ? എൻ്റെ ഇൻകം
മൈ ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ 17%. ഇത് എത്ര കൂടി? പ്ലസ് ഒരു 17% ആണല്ലോ. അപ്പോൾ 44ൻ്റെ 17% എത്രയാണ്? 44ൻ്റെ 17% എത്രയാടാ? 17 × 4 എത്രയാ? 68 അല്ലേ? 68 ആണെങ്കിൽ ഇൻറ്റു 11 ചെയ്യുമ്പോൾ 8 ഓക്കെ 7480, അതായത് 7480 കിട്ടും. ഇനി എന്തായി പറയുന്നുണ്ട്? എൻ്റെ എക്സ്പെൻസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 40%. അതായത് എക്സ്പെൻസ് ഇതിനെ 40% കൂടി. ഇതിനെ 40% എത്രയാ? ഇൻറ്റു 4/10 ചെയ്താൽ പോരെ? പ്ലസ് 40%. ഇതിൻ്റെ 40, അതായത് 3580 ഇൻറ്റു 4/10 ചെയ്താൽ മതി. അതായത് നമുക്ക് 2/5 എടുക്കണ്ട, കാരണം by 5 വീണ്ടും ചെയ്യണ്ടേ. by 10 ആണെങ്കിൽ ഡയറക്റ്റ് പോയിന്റ് വാല്യൂ മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇൻറ്റു 4/10, അതായത് 3586 ഇൻറ്റു 4, അത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടും. 6 × 4 4 2 3 9 ഓക്കെ 13544 എന്ന് കിട്ടും. ആണല്ലോ, കറക്റ്റ് അല്ലേ? 13544. ഓക്കെ 14344 എന്ന് കിട്ടും. ഓക്കെ 14344. ഓക്കെ, അതായത് എൻ്റെ എക്സ്പെൻസ് എത്ര കിട്ടി? 14344. അത് എടാ എൻ്റെ ടോട്ടൽ, അതായത് ടോട്ടൽ ഇൻകം 7480 വരുന്നുള്ളൂ. എൻ്റെ എക്സ്പെൻസ് എന്താണ്? അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ എനിക്ക് ടോട്ടൽ ടാലി ആകണ്ടേ? അതായത് എൻ്റെ ഇൻകം കുറവാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സേവിങ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് ബാക്കിയുള്ള മിസ്സിംഗ് ആയിട്ടുള്ള എമൗണ്ട് അക്യൂർ ചെയ്യണം അല്ലേ? അപ്പോൾ ടോട്ടൽ എന്ത് വരും? എൻ്റെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 7480 മൈനസ് 14344 വരും. അതായത് 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 6864 എന്ന് വരില്ലേ? അതായത് 6864. ഇതെന്താ? ഇനി ഇൻക്രീസ് അല്ലല്ലോ, കുറയല്ലേ ചെയ്തേ. കാരണം എന്താ? എൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പം എന്ത് വരും? മൈനസ് വരും അല്ലേ? അപ്പോൾ ഇതേ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 7480. അതായത് ഡിക്രീസാണ് സംഭവിച്ചത്. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ സേവിങ്സ്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് എമൗണ്ടേ ചോദിക്കുന്നുള്ളൂ, പേഴ്സൻ്റ് ഡിക്രീസോ ഇൻക്രീസോ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ 6864 ആണ് എൻ്റെ ആൻസർ. പക്ഷേ എന്താണെന്നറിയാം, അത് നെഗറ്റീവാണ്. അപ്പോൾ മനസ്സിലാക്കുക, അത്രയും പേഴ്സൻറ്റ് ഡിക്രീസ് ആണ്. പേഴ്സണാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ ടോട്ടൽ 44,000 എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഇത് കുറച്ച് ലെങ്തിയാണ്. എൻ്റെ വേറൊരു രീതി പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് 44,000 ടോട്ടൽ ടോട്ടൽ ഇൻകം എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ 44,000 ലാസ്റ്റിലത്തേക്ക് എടുക്കാം. തൽക്കാലം എൻ്റെ ഇൻകം ഞാൻ 100 ആക്കി എടുത്തു. ഓക്കെ, തൽക്കാലം എൻ്റെ ഇൻകം ഞാൻ 100 ആക്കി എടുത്തു. ഓക്കെ, 100 ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സേവിങ്സ് എത്രയാണ്? സേവിങ്സ് 18.5 അല്ലേ? 18.5. എക്സ്പെൻഡിച്ചർ എത്ര വരും? 81.5 ആണല്ലോ. ഇനി എനിക്ക് പോയിന്റ് വാല്യൂ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലായിടത്തും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതാണെങ്കിൽ 1000 ആണെങ്കിൽ 185 വരും, 815 വരും. ഓക്കെ, പോയിന്റ് എല്ലാം മാറി. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇഫ് ഈസ് ഇൻകം ഇൻക്രീസ് ബൈ 17%, അതായത് എൻ്റെ ഇൻകം എത്ര കൂടുന്നുണ്ട്? 17% കൂടുന്നുണ്ട്. അതായത് 1000ൻ്റെ 17% എത്രയാണ്? ഇവിടെ 17. ഞാൻ ഇതിൻ്റെ ചേഞ്ച് മാത്രം എടുക്കുന്നുള്ളൂ, ചേഞ്ച് മാത്രം, വേറെ ഒന്നും എടുക്കുന്നില്ല. വാല്യൂസൊക്കെ ഏറ്റവും അവസാനം മാത്രം കേട്ടോ. അതായത് 1000ൻ്റെ 17% എത്രയാണ്? 170. ഡൗട്ടില്ലല്ലോ. ഇനി എന്ന് പറയുന്നുണ്ട്, എൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര കൂടി? 40% കൂടി. അതായത് എക്സ്പെൻഡിച്ചർ എത്രയാണ്? 1000 ആണ് എൻ്റെ ടോട്ടൽ ഇൻകം എങ്കിൽ എൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 815 ആണ് എൻ്റെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ 815ൻ്റെ 40% എത്രയാണ്? 815 ഇൻറ്റു 4 ചെയ്താൽ പോരെ? 815 ഇൻറ്റു 4/10 ചെയ്യണം. ഓക്കെ, ഓക്കെ 326. അതായത് പോയിന്റ് വരുമ്പോഴത്തേക്കും ഒരു 0 പോവും. 326 ആണ് എക്സ്പെൻഡിച്ചർ. ഇത് പ്ലസ് അല്ലേ? കാരണം എന്താ? ഇൻക്രീസ് അല്ലേ സംഭവിച്ചേ? ഇൻക്രീസ് ആകുമ്പോൾ പ്ലസ് ആണ്. ഇവിടെയും എൻ്റെ ഇൻകം എന്താ? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതും പ്ലസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കി, പ്ലസ് 170 കിട്ടി. സോറി, ഇവിടെ അല്ല, 326 ഇവിടെയാണ് വരുന്നത്. ഇവിടെ എത്രയാണ്? പ്ലസ് 40%.
ഓക്കെ, ഇവിടെ +170, ഇവിടെ 326. അങ്ങനെയാണെങ്കിൽ എൻ്റെ സേവിങ്സ് എത്ര വരണം? സേവിങ്സ് നേരത്തെ പറഞ്ഞു എൻ്റെ ഇൻകത്തേക്കാൾ കൂടുതലാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഞാൻ എവിടെ നിന്ന് എടുക്കണം? എൻ്റെ സേവിങ്സിൽ നിന്ന് എടുക്കണം. അപ്പോൾ 326 - 170 എത്ര കിട്ടും? 156 അല്ലേ? അതെന്താ? നെഗറ്റീവാണ്. -156. അതായത് ഈ സെയിം 44,000ൻ്റെ വാല്യൂ എടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു? 1000 ആണ് എൻ്റെ ഇൻകം എങ്കിൽ 156 ആണ് എന്ത്? എൻ്റെ ചേഞ്ച്. അതായത് സേവിങ്സിൽ വന്ന ചേഞ്ച് എത്രയാണ്? 156. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സൻ്റ് എടുക്കാം, എമൗണ്ട് എങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, എനിക്ക് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എമൗണ്ട്? 44,000 ആണ് എൻ്റെ ടോട്ടൽ എമൗണ്ട് ആണല്ലോ. 44,000 ടോട്ടൽ എമൗണ്ട് ആണെങ്കിൽ അതിലെത്രയാണ്? ഞാൻ എടുത്ത സിംബോളിക് റെപ്രസെൻറ്റേഷൻ എത്രയാണ്? 1000 ആണ് എൻ്റെ ഇൻകം. ഓക്കെ, അതായത് ഈ 44,000 എന്നുള്ളത് 1000 ആണെങ്കിൽ എൻ്റെ ചേഞ്ച് എത്രയാണ്? സേവിങ്സിന് വന്നത് 156 അല്ലേ? ഇപ്പോൾ ഇൻറ്റു 156. അത് കുറവാണ്. ഓക്കെ, അത് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ഇടണം. നമുക്കിവിടെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ 1000 പോയി. ഇനി 156 × 44 ചെയ്യുക. ആദ്യം എന്താ? 156 × 4 ചെയ്യുക. എത്ര വരും? ഓക്കെ, 624 × 11 ചെയ്യുക. 4 6864 കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആൻസർ എന്താ? സി തന്നെ കിട്ടി. പക്ഷേ മറ്റേതിന് അത്ര സമയം എടുത്തില്ലല്ലോ, കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ഇനി ഈ വാല്യൂ ഇത് ചെയ്തതിനുള്ള ഗുണം എന്താ? എനിക്ക് എത്ര ഡിക്രീസ് എന്ന് അറിയില്ല. എത്ര ഡിക്രീസാ? 156 അല്ലേ ഡിക്രീസ്? എത്രയിൽ? 1000 അല്ലേ? അപ്പോൾ എനിക്ക് പേഴ്സൻ്റ് ആക്കാൻ ×100 ചെയ്താൽ പോരെ? ഇത് പോകും. അത് /10 വരും. 15.6% ആണ്. എനിക്ക് അഥവാ പേഴ്സൻ്റ് ആണ് ചോദിക്കണമെങ്കിൽ എന്തും ചെയ്യാം. പെർസെൻറ്റേജ് ആണ് എത്രയാണെന്ന് വെച്ചാൽ ഡിക്രീസ് അല്ലേ, മൈനസ് ഏത് വാല്യൂട്ട് പോവാം. അതാണ് ഞാൻ ഈ 1000 വെച്ച് എടുത്തത്. അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം. അതാണ് ഞാൻ ആദ്യം കൺവെൻഷനൽ ചെയ്ത് കാണിച്ചത്. വാല്യൂസ് വരുമ്പോഴത്തേക്കും കുറേ ടൈം പോകും. നമുക്ക് ഇതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വാല്യൂസിലോട്ട് എത്താൻ പറ്റും. എളുപ്പം കമ്പാരിറ്റീവ്ലി എന്താ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സെക്ടർ ഈസ് ഫൗണ്ട് ബൈ എ സർക്കുലർ ആർക്ക് വിത്ത് എ റേഡിയസ് ഓഫ് 9 cm. ഓക്കെ, അതായത് സർക്കുലർ ആർക്ക്. സർക്കുലർ ആർക്കിൻ്റെ കാര്യം, ഇത് നമ്മുടെ സർക്കിളാണ് ആണല്ലോ. ഇതിൻ്റെ റേഡിയസ് എന്താ? റേഡിയസ് അല്ല, നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ സർക്കുലർ ആർക്കിൻ്റെ റേഡിയസ്. സർക്കുലർ ആർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇതൊരു സർക്കിളാണെങ്കിൽ ഇതിൻ്റെ ആർക്കാണ്. ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ അല്ലേ വേണ്ടത്? അതായത് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഇത് അല്ലേ? ഇത് രണ്ടും എന്താ? എൻ്റെ റേഡിയസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആർക്ക് ലെങ്ത് അല്ലേ? എനിക്ക് ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഇത് എൻ്റെ സർക്കിളാണെങ്കിൽ ഓക്കെ, അതായത് ടോട്ടൽ, അതായത് എനിക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ്? അതായത് എന്താ? അതിൻ്റെ സർക്കംഫറൻസ് 2πr അല്ലേ? 2 × π × r അല്ലേ? 2πr. എനിക്ക് ആ 2πrൽ എത്ര മതി? സെൻറ്റർ ആണെങ്കിൽ ഒരു തീറ്റ ഡിഗ്രി. ഓക്കെ, അതായത് ടോട്ടൽ 360 ആണെങ്കിൽ എത്രയാണ്? എനിക്ക് തീറ്റ മതി. ഓക്കെ, ടോട്ടൽ അറിയാമല്ലോ. ടോട്ടൽ എത്രയാണ്? 360 ഡിഗ്രി ആണെങ്കിൽ എനിക്ക് തീറ്റ ആംഗിൾ മതി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2πrൻ്റെ θ/360 എത്രയാണോ അതായിരിക്കും എന്ത്? എൻ്റെ ആർക്ക് ലെങ്ത് ആണല്ലോ. അതായിരിക്കും എൻ്റെ ആർക്ക് ലെങ്ത്. ഓക്കെ, അതായത് 2 × എനിക്ക് എത്ര വാല്യൂ വന്നേക്കുന്നത്? തീറ്റയുടെ വാല്യൂ അറിയില്ലേ? എത്രയാണ്? 18 ഡിഗ്രി അല്ലേ? അപ്പോൾ 18/360 × 2 × പൈയുടെ വാല്യൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യനിലെ പൈയുടെ വാല്യൂ തരണം, സോൾവ് ചെയ്യണം. ഇതുപോലെ പോയിന്റ് ആണെങ്കിൽ അവർ തരും, ആ വാല്യൂ ഇട്ട് കൊടുക്കുക. തന്നില്ലെങ്കിലും കുഴപ്പമില്ല, 22/7 ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3.14 × 2π × r അല്ലേ? റേഡിയസ് എത്രയാണ്? റേഡിയസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട് 9 ആണ് ആണല്ലോ. ഇനി 18/360 എത്രയായി? 20 ആയി. 20 × 2 ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ 10 വരും. അതായത് 3.14 × 9/10 എത്ര വരും? ഓക്കെ, 2.826. അതായത് എൻ്റെ ആർക്ക് ലെങ്ത് എത്ര കിട്ടി? ആർക്ക് ലെങ്താണ് 2.826. ഇനി എന്താ എനിക്ക് വേണ്ടേ? വാട്ട് ഈസ് ഈസ് പെരിമീറ്റർ. അതായത് ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കേക്ക് ഉണ്ടെങ്കിൽ എന്താ? അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു കഷ്ണമാണ് അതിൻ്റെ സെക്ടർ. സെൻറ്ററിൽ നിന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെരിമീറ്റർ ആണെങ്കിൽ എത്രയാ? ഈ ആർക്ക് ലെങ്ത് പ്ലസ് ഈ റേഡിയസ് പ്ലസ് ഈ റേഡിയസ് അല്ലേ? അപ്പോൾ 2r പ്ലസ് ലെങ്ത് ആർക്ക് ലെങ്ത് ആണെന്ത്? എൻ്റെ ടോട്ടൽ പെരിമീറ്റർ. റേഡിയസ് എത്രയാ? 9 അല്ലേ? അപ്പം 9 × 2 18. അപ്പോൾ 18 പ്ലസ് എത്രയാ? 2.826. ടോട്ടൽ എത്ര വരും? 20.826 എന്ന് വരും. റൗണ്ട് ഓഫ് ടു 2 ഡെസിമലാണ്. ഓക്കെ, അപ്പോൾ 2 ഡെസിമൽ ആക്കുമ്പോൾ എന്ത് ചെയ്യും? 20.83 എന്ന് വരും. ഓക്കെ അല്ലേ?
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിളുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അതായത് പേഴ്സൻറ്റേജ്, അതായത് ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഇതുപോലുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും വരും, അതുപോലുള്ള കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളത് വരും. അപ്പോൾ ചെയ്യാനുള്ള, അതായത് അത് ചെയ്യാൻ അറിയാനായിട്ടല്ല, നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ ഇൻകം എക്സ്പെൻഡിച്ചറൊക്കെ നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജിലും കാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻ കാണാൻ കിട്ടാത്തപ്പോൾ വെറുതെ ഈഗോ പിടിച്ചുകൊണ്ടിരിക്കരുത്, അത് ലാസ്റ്റിലത്തേക്ക് വയ്ക്കുക. കാരണം കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, ആൻസർ കിട്ടും. കാരണം കിട്ടാതിരിക്കില്ല, ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കിട്ടില്ല. അതാണ് ഞാൻ അതിന് ഇടയ്ക്ക് കയറ്റിയത്, ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഇടയ്ക്ക് കയറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എക്സാം വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താ ലാസ്റ്റിലേക്ക് വെക്കുക, എന്നിട്ട് എളുപ്പമുള്ള എല്ലാം ആദ്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത 6th ക്വസ്റ്റ്യൻ. വാട്ട് സ്മോളസ്റ്റ് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 81661 ടു സോ ദാറ്റ് ദ സം ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 73. ഓക്കെ, അതായത് എൻ്റെ ഒരു നമ്പർ 81661 ആണ്. ഇത് എത്ര ഡിവൈഡ് ചെയ്യണം? 73യിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, എനിക്ക് 73 കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആവണമെങ്കിൽ എത്ര ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കുക. റിമൈൻഡർ ഉണ്ടെങ്കിലല്ലേ, റിമൈൻഡർ ഇല്ലെങ്കിൽ എന്താണ്, ഇത് കറക്റ്റ് ഡിവിസിബിൾ ആവുമെന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. ഇനി ബാക്കി എത്രയുണ്ട്? 86. വീണ്ടും ഒരു പ്രാവശ്യം പോവും. ഇതിലെത്രയാ? ഒരു പ്രാവശ്യം പോവും. ഓക്കെ, ഇതിനകത്ത് എത്ര പ്രാവശ്യം പോവും? ഒരു 8 പ്രാവശ്യം പോവും. ഓക്കെ, 47. അതായത് റിമൈൻഡർ എനിക്ക് എന്ത് വന്നു? 47. അതായത് ഇതിനകത്ത് 8000 ഈ ഒരു നമ്പറിൽ നിന്ന് 73 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 47. അതായത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊരു 47 കുറവാണെങ്കിൽ മാത്രമേ എനിക്ക് 73 ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ചോദിക്കണം എന്താ, സ്മോളസ്റ്റ് നമ്പർ ഷുഡ് ബി ആഡഡ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദ്യം സബ്ട്രാക്റ്റഡ് ആണ്. എത്രയാണോ സ്മോളസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആൻസർ എന്ത് വന്നേനെ? 47 വന്നേനെ ആണല്ലോ. ഓപ്ഷനിൽ 47 ഇല്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ തെറ്റിക്കരുത്. ഓക്കെ, നമുക്ക് എന്താ ചോദിക്കുന്നത്? ആഡ് ചെയ്യുന്ന എത്രയാണെന്നാണ്. അതായത് 47 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? 73 ഡിവിസിബിൾ ആവുള്ളൂ. ഇനി ആഡ് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡിവൈസർ എന്താ? 73 അല്ലേ. അതിൽ നിന്ന് 73ൽ നിന്ന് 47 കുറയ്ക്കുക, കിട്ടിയ റിമൈൻഡർ കുറയ്ക്കുക. എത്ര കിട്ടും? 26 കിട്ടില്ലേ. ഓക്കെ, അതായത് 26 ഒന്നുമില്ല. എന്താണ് ചോദ്യം? ആഡ് ചെയ്യുന്ന കാര്യം അല്ലേ. സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. 47 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തൊട്ടടുത്ത മൾട്ടിപ്ലൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ വാല്യൂൻ്റെ കൂടെ 26 ആഡ് ചെയ്താൽ മതി. അതായത് 26 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ പുതിയ വാല്യൂ, അതായത് ശരിക്കുള്ള നെക്സ്റ്റ് ഡിവിസിബിൾ. ഓക്കെ, ഡിവിസിബിൾ ബൈ 73യുടെ തൊട്ടടുത്ത നമ്പർ കിട്ടും ആണല്ലോ. അതായത് 8161 എന്നുള്ള നമ്പർ ഇതാണെങ്കിൽ 26 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഇൻറ്റു 73 എന്നുള്ളൊരു മൾട്ടിപ്പിൾ കിട്ടും ആണല്ലോ. ഇവിടെയും -47 കിട്ടാലും എനിക്ക് ഇൻറ്റു 73. ഇവിടുത്തെ വാല്യൂ ഒരു n ഇൻറ്റു 73 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? n+1 ഇൻറ്റു 73. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, 47 കിട്ടി, ഇതിൽ നിന്ന് 47 കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 73 കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടൂലെന്ന് ചോദിക്കും. വേണ്ടി ചെയ്ത് കാണിച്ചു തരാം. 81661 മൈനസ് എന്ത് ചെയ്തു? 47. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാരണം റിമൈൻഡർ അല്ലേ, ബാക്കിയുള്ളത് കളഞ്ഞാൽ എനിക്ക് എന്താ? 73 ആൻസറാണ്. പ്ലസ് 73, അതായത് ആ ഒരു മൾട്ടിപ്പിൾ ഇന്ന് അടുത്ത മൾട്ടിപ്പിൾ ആണ്. പ്ലസ് 73 ചെയ്തു. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? ഒരു പ്ലസ് 26 അല്ലേ. അതാണ് ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തത്. അതേ 73 നിന്ന് 47 കുറച്ചു, എന്നിട്ട് 26 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ കിട്ടും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. മോഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ NTPCയിൽ ചോദിച്ചു വരുന്നുണ്ട്. മോഡ്, മീൻ, മീഡിയൻ മോഡ്, അതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ആഡ് ചെയ്തത്. അടുത്ത സീരീസിൽ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് വാട്ട് ഈസ് ദ മോഡ് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ? ഇത്രയും വാല്യൂസ് ഉണ്ട്. നിങ്ങളെല്ലാം ഇപ്പോൾ 67 നോക്കി, 67 എത്രയെന്ന് എണ്ണുന്നുണ്ടോ? നോക്കിയോ? ഒന്നുമില്ല. 75 അങ്ങനെ ഓരോന്ന് എണ്ണാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ആകെ ഓപ്ഷനിൽ 4 എണ്ണേ തന്നിട്ടുള്ളൂ. ആ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്, അതായത് മോഡെന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് റെക്കറിങ് ആണ് കേട്ടോ. മോസ്റ്റ് റെക്കറിങ് മീൻസ് റെക്കറിങ് അല്ല, റിപ്പീറ്റഡ് എന്നാണ് പറയാം. റിപ്പീറ്റഡ്. ഓക്കെ, മോസ്റ്റ് റിപ്പീറ്റഡ് നമ്പറാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് എൻ്റെ മോഡ്. അതായത് ഈ 4 ഓപ്ഷനുണ്ട്, 4 ഓപ്ഷൻ മാത്രം വെച്ച് നോക്കുക. 81 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1. വേറെ വരുന്നുണ്ടോ? ഇല്ല. 81 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 പ്രാവശ്യം.
75 ആണെങ്കിലോ 75 1 2 3 അല്ലേ 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 73 3 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി അടുത്തോ 70 ആണ് നോക്കിയേ, എത്ര വരുന്നുണ്ട് 1 ഒരിക്കൽ. ഓക്കെ, അടുത്ത് 67 ആണെങ്കിലോ 1 67 നമ്മൾ ആദ്യം നോക്കിയതാണല്ലേ. ഓക്കെ, 67 1 ആലോചിക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഏതാ 73 അല്ലേ 3 പ്രാവശ്യം. അപ്പോൾ എൻ്റെ മോഡ് എന്താണ് 75 ആണ്. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ 75 ചിലതൊന്നും കാണൂല, ചിലപ്പോൾ 81 അല്ലെങ്കിൽ 67. ഈ 77 ഒക്കെ ചിലപ്പോൾ നിങ്ങൾ 67 ആയിട്ട് 1-2 പ്രാവശ്യം കൂട്ടും. അപ്പോൾ ആൻസർ തെറ്റിക്കും. സമാധാനപരമായിട്ട് ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഉത്തരം സുഖമായിട്ട് കിട്ടും കേട്ടോ. അടുത്ത് ദ റേഷ്യോ ബിറ്റ്വീൻ പെരിമീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 3:1. ഇഫ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 180.5 cm², then what is the breadth of the rectangle? ഓക്കെ, നമ്മുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്തിൻ്റെയും റേഷ്യോ ആണ് തന്നേക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ റെക്ടാംഗിൾ അല്ലേ, അതായത് 2 × L + B ആണ് എൻ്റെ പെരിമീറ്റർ, ഡിവൈഡഡ് ബൈ എന്താ പെരിമീറ്റർ, റേഷ്യോ ബിറ്റ്വീൻ പെരിമീറ്റർ ആൻഡ് എന്താ ലെങ്ത് അല്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ L. ഈ റേഷ്യോ തന്നെയാണ്. അത് A:B എന്നുള്ള സാധനം ഞാൻ ഇങ്ങനെ എടുത്തു, A/B എന്ന് എടുത്തതേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, വേറെ പുതിയ കൺസെപ്റ്റ് ആണെന്ന് നോക്കണ്ട. 2 × L + B/L. ഇവിടെ എന്ത് എഴുതണം, സെയിം റേഷ്യോ തന്നെ എഴുതണം, എന്താ 3:1, അപ്പോൾ 3/1. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു കാര്യം പറയുന്നുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അറിയാം. അപ്പോൾ എനിക്ക് അതിന് മുൻപേ ലെങ്ത് ഓഫ് ബ്രെഡ്ത്തും ലെങ്തും ബ്രെഡ്ത്തിൻ്റെയും തമ്മിലുള്ള റേഷ്യോ വേണം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനല്ല, ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ L + B/L എന്ന് പറഞ്ഞാൽ 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കിക്കൂടെ. L എന്നുള്ള 2 ആണ്, L + B 3 ആണെങ്കിൽ B എത്രയായിരിക്കും, 1 ആയിരിക്കൂലേ. ഇത് 2 ആണെങ്കിൽ 2 + 1 3 അല്ലേ. അപ്പോൾ L/B വാല്യൂ എന്ത് കിട്ടും, L/B 2:1 ആണല്ലോ. എനിക്ക് എന്ത് ചെയ്യാം, 2x എന്ന് എഴുതാം, 1x എന്ന് എഴുതാമല്ലോ. ഇനി എന്താ തന്നേക്കുന്നത്, ഇഫ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 180.5 cm², അതായത് 2x × 1x ആണ് എത്രയാ 180.5, അതായത് 2x × x അല്ലേ, എത്ര കിട്ടും 2x × 1, അതായത് 2 × 1 1 ആണ്, x × x x² ആണ്, 2x² ആണ് എന്ത് 180.5. ഓക്കെ, ഇനി എനിക്ക് x² കണ്ടുപിടിക്കണം. അപ്പോൾ 2 വെച്ച് കട്ട് ചെയ്യാമല്ലോ, എത്ര വരും 9025. ഓക്കെ, ഒരു പോയിൻറ്റ്. ഓക്കെ, 90.25 വരും. അങ്ങനെയാണെങ്കിൽ എടാ x² 90.25 ആണ്, അങ്ങനെ x എങ്ങനെ കണ്ടുപിടിക്കാം, മനസ്സിലായില്ലേ. എടാ 9025ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ലാസ്റ്റ് വാല്യൂ. ഓക്കെ, വേദി മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് വാല്യൂ 25 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന 2 ഡിജിറ്റ് ആയിരിക്കും, അതിനകത്ത് ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും 5 ആയിരിക്കും. ഈ തൊട്ട് മുന്നത്തെ വാല്യൂ വേണം. തൊട്ട് മുന്നത്തെ വാല്യൂ ആണെങ്കിൽ നമ്മുടെ നമ്പർ എത്രയാണ് 90 അല്ലേ, അതിന് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ആക്കി എഴുതുക. എത്രയാ 9 × 10 ആണല്ലോ. അതിൽ നിന്ന് ചെറിയ വാല്യൂ എടുക്കുക, എത്രയാ 95 ആയിരിക്കും എന്ത് എൻ്റെ 9025ൻ്റെ സ്ക്വയർ റൂട്ട്, അല്ലെങ്കിൽ 95ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ, സ്ക്വയർ എന്താ 9025. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 പോയിൻ്റ് ഇല്ലേ, 90.25 അല്ലേ, അപ്പോൾ 9.25, അതായത് 2 വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു പോയിൻ്റ് കഴിഞ്ഞ് വരും, ഒരു വാല്യൂ കഴിഞ്ഞ് വരും പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ക്വയർ റൂട്ട് എന്താ 9.5, എൻ്റെ എക്സിൻ്റെ വാല്യൂ 9.5 ആണ്. ഇനി എനിക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. എനിക്ക് ബ്രെഡ്ത്താണ് വേണ്ടത്. ബ്രെഡ്ത്ത് ഞാൻ പറഞ്ഞല്ലോ, എത്രയാണ് 1x, 1 യൂണിറ്റ് എത്രയാ, 1 യൂണിറ്റ് ഞാൻ കണ്ടുപിടിച്ചില്ലേ, എത്രയാണ് x തന്നെയല്ലേ. അപ്പോൾ എത്ര കിട്ടും 9.5 ആണ് എൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2 ക്യൂബ്സ് ഓഫ് എഡ്ജ് 5 cm ആർ ജോയിൻഡ് ടു ഫോം എ ക്യൂബോയിഡ്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബോയിഡ്. എനിക്ക് 2 ക്യൂബിൻ്റെ പ്രോപ്പർട്ടി അറിയാമല്ലോ, എല്ലാ സൈഡും എല്ലാ ഫേസിൻ്റെ ഏരിയ സെയിം ആയിരിക്കും, എല്ലാ എഡ്ജും എന്തായിരിക്കും സെയിം ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ക്യൂബ്സ് ഫോം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ഓഫ് എഡ്ജ് 5 cm ആർ ജോയിൻഡ്, 2 എണ്ണം ജോയിൻ ചെയ്തു. അതായത് ഓക്കെ ഉണ്ടല്ലോ 2 ക്യൂബ്, അതായത് ഇത് ഒരു ക്യൂബാണ്, അതിനോട് ഞാൻ എന്ത് ചെയ്തു, വേറൊരു ക്യൂബും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഡൗട്ട് വേണ്ട.
രണ്ട് ക്യൂബോർഡാണ് ഇവിടെ വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതായത് 2 ക്യൂബോർഡ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും എഡ്ജ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ്? ഹൈറ്റ് മാറുന്നുണ്ടോ? ഹൈറ്റ് മാറുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഹൈറ്റ് മാറുന്നില്ല, ബ്രെഡ്ത്ത് മാറുന്നില്ല. എന്താ മാറുന്നത്? അതിൻ്റെ ലെങ്ത് അല്ലേ? അതിൻ്റെ ലെങ്താണ് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5, അതായത് ഇതിൻ്റെ ഈ സൈഡ് 5, ഈ സൈഡ് 5, ടോട്ടൽ എന്ത് വരും? 10 വരില്ലേ? 10 വരും. ഇനി ഹൈറ്റ് ഞാൻ എഴുതി. ഇനി എന്താ? ബ്രെഡ്ത്ത് പറയുന്നുണ്ട്. ബ്രെഡ്ത്ത് മാറുന്നുണ്ടോ? കാരണം ഒരു ക്യൂബല്ലേ ഉള്ളൂ, അവിടെയും 5. അപ്പോൾ എനിക്ക് 3 വാല്യൂ കിട്ടി. ഇനി എന്താ വേണ്ടേ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബോയിഡ്. ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കിട്ടും? TSA, ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കിട്ടും? 2 × LB + BH + LH. ഓക്കെ, ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഒരു സർഫസ് വന്നു, ഓക്കെ, അത് ടോപ്പിലുള്ള സർഫസ്. ഈ സെയിം സർഫസ് എന്ത് വരും? താഴെ വരും. ഓക്കെ, ഈ സർഫസിൻ്റെ ഏരിയ എന്താ? 5, ഇത് 10 അല്ലേ? 50 വന്നു. അതുപോലെ തന്നെ ഓക്കെ, ഈ സർഫസ് ഉണ്ടാവും. ഈ സെയിം സർഫസ് എന്ത് വരും? ഇതിൻ്റെ ബാക്ക് സൈഡ്, അത് ഇവിടെ വരും. ഓക്കെ, അതായത് ഈ സെയിം സർഫസ് എന്ത് വരും? 2 സർഫസ് വന്നു. ഇനി എന്ത് ചെയ്യുക? ഇനി മിസ് ആയിട്ടുള്ള ഈ സർഫസല്ലേ ഉള്ളൂ, ഈ സൈഡിലുള്ളതും അതിന് നേരെ ഇവിടെ ഈ സൈഡിലുള്ളതും. അതായത് എത്രയാണ്? 5 × 5 25 × 25 അല്ലേ? സോറി, 25 വെച്ചിട്ടുള്ള 2 സർഫസ്, 50 വെച്ചിട്ടുള്ള 2 വീതം 4 സർഫസ്. ഓക്കെ, അത് 3 ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതായത് 2 or 3 ആഡ് ചെയ്താൽ നിങ്ങൾ ആ ഒരു ഐഡിയ, ആ ഒരു പിക്ചർ കറക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഇക്വേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് എളുപ്പം ഇത് ചെയ്യുന്നതാണ്. അതായത് 2 × നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ലെങ്ത് എത്രയാണ്? 10. ബ്രെഡ്ത്തും ഹൈറ്റ് മാറുന്നില്ലല്ലോ, 5, 5. ഓക്കെ, അപ്പോൾ 2 × ലെങ്ത് × ബ്രെഡ്ത്ത് 5 × 10 50 പ്ലസ് ബ്രെഡ്ത്ത് × ഹൈറ്റ് 5 × 5 25 പ്ലസ് ലെങ്ത് × ഹൈറ്റ് 5 × 10 50. ഓക്കെ, ടോട്ടൽ എത്ര കിട്ടി? 50, 50, 25, 125 കിട്ടി. 125 × 2 എത്രയാണ്? 250. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. 250 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If x/y = cot theta, where theta is an acute angle, then cosec theta equals. അതായത് എടാ, എൻ്റെ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതെന്താ? 90 ഡിഗ്രി അല്ലേ? അതായത് ഈ വാല്യൂ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ കൊസിക് തീറ്റ എനിക്ക് വേണം. പക്ഷേ എനിക്ക് തന്നേക്കുന്ന വാല്യൂ എന്താ? x/y. ഓക്കെ, കോട്ട് തീറ്റ = x/y. നമ്മൾ നോർമൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റയുടെ വാല്യൂ എന്താണ്? കോട്ട് തീറ്റ ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ആംഗിൾ വെച്ച് പറയുകയാണെങ്കിൽ എന്ത് വരും? ഇത് ഓപ്പോസിറ്റ്, ഇത് അഡ്ജസൻറ്റ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റയുടെ വാല്യൂ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ എന്ത് വരും? അല്ല സോറി, ഹൈപ്പോട്ടന്യൂസ് അല്ലല്ലോ, അഡ്ജസൻറ്റ്, സോറി. ഓക്കെ, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് അല്ലേ? അതായത് ടാൻ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, കോട്ട് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്, രണ്ടിടത്തും ഉണ്ട് സൈഡ്. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ വാല്യൂ ആണ്. അതായത് തീറ്റയുടെ വാല്യൂ എനിക്ക് കോട്ട് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് എന്ത്? x/y തന്നേക്കുന്നത്. അതായത് തീറ്റ എന്നുള്ള വാല്യൂ റെഫറൻസ് ആണെങ്കിൽ അതിന് നേരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ x ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാല്യൂ y ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ? ഇത് ബേസും ഇത് ഹൈറ്റ് ആണെങ്കിൽ √(x² + y² അല്ലേ? ബേസ്² + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി എനിക്ക് എന്താ വേണ്ടേ? കൊസിക് തീറ്റ എനിക്ക് വേണ്ടത്. കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/sin തീറ്റ അല്ലേ? കൊസിക് മീൻസ് കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റയാണ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടന്യൂസ് ബൈ സൈൻ തീറ്റ അല്ലേ? ഓപ്പോസിറ്റ്. ഓക്കെ, കോസിക് തീറ്റ നമ്മൾ ഒന്നെങ്കിൽ 1/sin. അപ്പോൾ സൈൻ കണ്ടുപിടിച്ചാലും മതി. സൈൻ കണ്ടുപിടിച്ചിട്ട് 1/sin ചെയ്താൽ മതി, അത് ആൻസറാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് എങ്ങനെയാണ്?
ഹൈപ്പോർട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ആലോചിക്കുക, 1/sin സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ട്ന്യൂസ് നേരെ തിരിച്ചിട്ടു. ഓക്കെ, അത് ഹൈപ്പോർട്ട്ന്യൂസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? √(x² + y² ബൈ ഇനി എന്താ ഓപ്പോസിറ്റ്, തീറ്റയുടെ ഓപ്പോസിറ്റ് വാല്യൂ ഏതാ? y ആണ്. അതായത് √(x² + y² ബൈ y ആയിരിക്കും എന്ത് എൻ്റെ ആൻസർ. ഏതാ വരും? ഓപ്ഷൻ ബി വരും. ഓക്കെ അല്ലേ? അതായത് ട്രിഗണോമെട്രിയുടെ വാല്യൂസ്, അതായത് നിങ്ങൾ സൈൻ തീറ്റ, സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 6 വാല്യൂസും, അതായത് 0 ഡിഗ്രി, 30, 60, 90, ഈ ഇത്രയും വാല്യൂസ് ഒന്ന് കാണാതെ പഠിച്ച് വയ്ക്കുക. അതായത് ഈ ഇതുപോലുള്ള വാല്യൂസ് ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്, ഡയറക്റ്റായിട്ട് കിട്ടി. അഥവാ ഇപ്പോൾ സോൾവ് ചെയ്യാനാണെങ്കിൽ ഇപ്പം ആൻസറാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ആൻസർ ആയിരിക്കും എന്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും വാല്യൂസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ, കുറച്ച് നല്ലത് നിങ്ങൾ അത് വാല്യൂ ഇട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വാല്യൂസ് കാണാതെ പഠിക്കുക. ഐഡൻറ്റിറ്റീസ് പഠിക്കേണ്ടെന്നല്ല, ഐഡൻറ്റിറ്റീസ് പഠിക്കണം, ബേസിക് ആയിട്ടുള്ള പഠിച്ചോ. പക്ഷേ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് വാല്യൂസ് ഇട്ട് എടുത്താൽ തന്നെ ഇതുപോലത്തെ ട്രിഗണോമെട്രി ഇവിടെ സിമ്പിളാണ്. ചില ട്രിഗണോമെട്രിയുടെ വാല്യൂസ് ഭയങ്കര കൺസിക്യൂട്ടീവ്, ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് വാല്യൂസ് ഇടുകയാണെങ്കിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുഞ്ഞു വാല്യൂസിലോട്ട് വരാൻ പറ്റും. ആകുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലും സെയിം വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ആൻസർ ആയിരിക്കും നിങ്ങളുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ വാല്യൂസ് കാണാതെ പഠിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് NTPC കുറേ പേർ കഴിഞ്ഞവരുണ്ട്, ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നവർ ഇന്നും നാളെയൊക്കെ, ഇനിയിപ്പോൾ ഈ ആഴ്ച, അതായത് ഈ വെള്ളിയാഴ്ച വരെ എക്സാംസ് ഉണ്ട്. അപ്പോൾ പഠിക്കുന്നവർ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. NTPCയുടെ കഴിഞ്ഞ ആൾക്കാരായാലും ഇത് ക്വസ്റ്റ്യൻ കാണുക, കാരണം അണ്ടർ ഗ്രാജുവേറ്റ് വരുന്നുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതുപോലെ. അതായത് അതൊരു കുറച്ച് കാൽക്കുലേറ്റീവായിട്ട് വന്നു അല്ലേ. കാൽക്കുലേറ്റീവായിട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, അത് കുറച്ച് നമുക്ക് പാടായിട്ട് തോന്നി. അത് പാടെന്നല്ല, ഞാൻ ആദ്യമേ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്താ, ഇതൊക്കെ പാടെന്നല്ല, കുറച്ച് കാൽക്കുലേറ്റീവാണ്, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും ഭയങ്കര എന്താ നമുക്ക് കാണാതെ പഠിച്ച് വെക്കേണ്ടതോ അത് മനസ്സിലാവാത്ത കൺസെപ്റ്റ് അല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താ, നിങ്ങൾ ചെയ്യുന്ന രീതി, അതെൻ്റെ അപ്രോച്ച് മാറ്റുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ കണ്ടല്ലോ, അത് കൺവെൻഷനിൽ ഇന്നലെ ചെയ്ത ഒരു കൺവെൻഷണൽ രീതിയാണ്. പക്ഷേ എൻ്റെ സ്മാർട്ട് അപ്രോച്ച് പറയാൻ വിട്ടുപോയെന്നാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ആഡ് ചെയ്തത്. അതുപോലുള്ള സ്മാർട്ട് അപ്രോച്ച് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുക. അത് എക്സാമിന് മാക്സിമം കുറച്ച് ടൈം എടുക്കുക. മാക്സിമം കുറച്ച് ടൈമിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ, കൂടുതൽ ക്വസ്റ്റ്യൻ വെറുതെ അറ്റൻഡ് ചെയ്യുന്നതല്ല, നമുക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് ഡൗട്ടുള്ള, അതായത് കുറച്ച് കാൽക്കുലേറ്ററുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്നിട്ട് മാത്രം അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക് ചെയ്യുക, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ മാക്സിമം നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.